മലയാള സിനിമയുടെ പൊൻതൂവലായ നടൻ സലീം കുമാറിന്റെ ഓർമ്മയ്ക്കായി 1 കോടി രൂപ ചെലവഴിച്ച് സ്മാരകം പണിയുമെന്ന് പുതിയ ബഡ്ജറ്റിൽ വി.ഡി. സതീശൻ അവതരിപ്പിക്കാനായി. അതിനുശേഷം മുതൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. സലീം കുമാറിന്റെ പ്രതിമക്കും വേണ്ടിട്ട് ഇപ്പൊ 1 കോടി പാസ്സാക്കിയല്ലോ കോൺഗ്രസ്. സലീം കുമാറിന്റെ ഒരു പ്രതിമ പണിത് വെച്ച് അതിന്റെ മുകളിൽ കാക്ക തൂറിയിരിക്കുന്നത് കാണാൻ. സുഹൃത്തുക്കളെ, 1 കോടി രൂപ ചെലവഴിച്ച് സ്മാരകം പണിയുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രതിമയാണെന്ന് പറയും? വി.ഡി. സതീശനോ അതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ 1 കോടി രൂപ ചെലവഴിച്ച് പ്രതിമ നിർമ്മിക്കുമെന്ന്? ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ പല പ്രധാനപ്പെട്ട വ്യക്തികളുടെയും പേരിൽ സ്മാരകം നിർമ്മിച്ചത് പ്രതിമയാണോ? ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, വീടുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായുള്ള പല സംഭവങ്ങളും പലരുടെയും സ്മരണക്കായി നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ബഡ്ജറ്റ് അവതരണത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് സ്മാരകം പണിയുമെന്ന് പറഞ്ഞ ആ സമയം മുതൽ പ്രതിമ നിർമ്മിക്കും 1 കോടി രൂപ വെച്ച് എന്തിനാണ് ആ 1 കോടി രൂപ വേസ്റ്റ് ആക്കുന്നത്? അത് ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരോഗ്യപരമായ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചൂടെ? അല്ലെങ്കിൽ പാവങ്ങളെ സഹായിച്ചൂടെ? നിർധനരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തൂടെ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 1 കോടി രൂപ ചെലവഴിച്ച് പ്രതിമ നിർമ്മിക്കുന്ന ആരാ പറഞ്ഞത്? വി.ഡി. സതീശനോ അതിന് പങ്കുവയ്ക്കുന്ന ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഉണ്ടാക്കി അത് കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് അവരുടെ എതിർ പാർട്ടിക്കാരൊക്കെ പറയുമ്പോൾ ഓക്കെ, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഞാൻ UDF അനുഭാവിയാണ്, പക്ഷേ ഈ കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല, എന്തിനാണ് നടൻ സലീം കുമാറിന്റെ പേരിൽ പ്രതിമ പണിയുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ലേ? അവിടെ പ്രതിമ എന്ന് പറഞ്ഞിട്ടില്ല, സ്മാരകം പണിയും എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, സലീം കുമാർ കേരളത്തിന്റെ ആരാ? കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി 1 കോടി, അവരുടെ സ്മരണയ്ക്ക് വേണ്ടി 1 കോടി ചെലവഴിക്കുന്നത്? സലീം കുമാർ നമ്മുടെ മലയാള സിനിമയുടെ ഒരു പൊൻതൂവലാണ്, അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ കോൺഗ്രസ് പാർട്ടി അനുഭാവം